യുവേഫ നേഷൻസ് ലീഗ് ജേതാവായതിനു പിന്നാലെ അൽ-നസ്റിൽ തുടരുമെന്ന് സ്ഥിരീകരിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോ. താരം ടീം വിടുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് നേരിട്ട് തന്നെ ഇക്കാര്യം തുറന്നു പറഞ്ഞത്. ഒരു വർഷത്തേക്ക് 1700 കോടിയാണ് സൗദിയിൽ നിന്ന് ലഭിക്കുന്നത്. 2 ചോദ്യങ്ങൾ, 2 മറുപടി. അതിലൂടെ അൽ-നസ്റിൽ തുടരുമെന്ന് വ്യക്തമാക്കുകയാണ് ക്രിസ്ത്യാനോ. 40-ാം വയസ്സിൽ അസാമാന്യ പ്രകടനത്തിലൂടെ യുവേഫ കിരീടം നേടിയ പോർച്ചുഗൽ താരത്തോട് നസ്റിൽ തുടരുമോ എന്നായിരുന്നു ആദ്യ ചോദ്യം. ഒന്നും മാറാൻ പോകുന്നില്ല എന്ന് മറുപടി. അൽ-നസ്റിന്റെ കാര്യമോ എന്ന ചോദ്യത്തിന് തുടരുമെന്ന് താരം വ്യക്തമാക്കി. പിന്നാലെ വിശദീകരണം. എനിക്ക് എത്ര പ്രായമായെന്ന് നിങ്ങൾക്കറിയാം. തുടക്കത്തിലുള്ളതുപോലെയല്ല. കരിയറിന്റെ അവസാനത്തോട് അടുക്കുകയാണ്. പക്ഷെ ഇപ്പോഴും ഓരോ നിമിഷവും ഞാൻ ആസ്വദിക്കുന്നു. വലിയ പരിക്കുകളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഞാൻ ഇതുപോലെ തുടരും. ഇതായിരുന്നു ക്രിസ്ത്യാനോയുടെ വിശദീകരണം. 2023 ജനുവരിയിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദിയിലെത്തിയത്. മാഞ്ചസ്റ്ററിൽ നിന്നും അൽ-നസ്റിലേക്കുള്ള കൂടുമാറ്റം. 2 വർഷത്തേക്ക് 3400 കോടിയിലേറെ രൂപ മൂല്യമുള്ള കരാർ. പക്ഷെ ക്രിസ്ത്യാനോയും പ്രൊമോഷനിലൂടെ സൗദിയും അൽ-നസ്റും ആ കരാർ മുതലാക്കി. അത്ര കാഴ്ചക്കാരില്ലാതിരുന്ന സൗദി പ്രോ ലീഗിലേക്ക് കൂടുതൽ കാഴ്ചക്കാരെത്തി. സ്റ്റേഡിയങ്ങൾ നിറഞ്ഞു നിന്നു. എന്നാൽ ടീമിന് വേണ്ട വിധം പ്രകടനം സാധ്യമായിരുന്നില്ല. ക്രിസ്ത്യാനോയുടെ മികവിനനുസരിച്ച് ടീമും ഉയർന്നില്ല. ഇതോടെയാണ് താരം അൽ-നസ്ർ വിടുമെന്ന വാർത്തകൾ വന്നത്. സൗദി പ്രോ ലീഗിലെ ഫൈനൽ ലാപ്പിലെ മത്സരങ്ങളിലും തോറ്റതോടെ മാറ്റം വേണമെന്ന ക്രിസ്ത്യാനോയുടെ പോസ്റ്റും ചർച്ചയായിരുന്നു. മികച്ച താരങ്ങളെ ടീമിലെത്തിച്ച് അൽ-നസ്റിനെ കരുത്തുറ്റ ടീമാക്കണമെന്നും താരം ആവശ്യപ്പെട്ടിരുന്നു. അഫ്താബുർ റഹ്മാൻ, മീഡിയ 1, റിയാദ്.